ഗൈസ്, വെൽക്കം ടു തല്ലുകൊള്ളി. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് പോയിരിക്കുന്ന സാധനമാണ് കമന്റ് ബോക്സിൽ കയറി ഈ നമ്പറിലേക്ക് വിളിക്കൂ, ഞങ്ങൾക്ക് ഈ സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ തല്ലുകൊള്ളിയുടെ ഇന്നത്തെ വീഡിയോ ആ കണ്ടന്റ് ഞാൻ പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് നമ്പറുകൾ ഇപ്പൊ ഇൻസ്റ്റയിലായിട്ട് കമന്റ് ബോക്സിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് നമുക്ക് ആ സർവീസ് കിട്ടുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പ്രാങ്ക് കോളിംഗ് ചലഞ്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ കമന്റ്, കുറഞ്ഞ ചെലവിൽ കുഴിയില്ലാതെ വാഴ വെച്ചു കൊടുക്കുന്നു. നമുക്ക് അതിലേക്ക് വിളിച്ചു നോക്കാം. ഈ നമ്പർ അടിച്ചു. കുറഞ്ഞ ചിലവിൽ കുഴിയില്ലാതെ വാഴയൊക്കെ കുത്തൂലേ? ഏതാണ്? എടുക്കോ നോക്കാം. ആദ്യം എടുക്കോ നോക്കാം. നമ്മൾ നമ്പർ അടിച്ചിട്ടുണ്ട്. സ്പീക്കർ ഇട്ടോ. ഹലോ, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വിളിക്കും ഒരു സർവീസ്. കുറച്ച് കഴിഞ്ഞോ? ആ, ഓക്കെ. ഓക്കെ, ഫസ്റ്റത്തെ ആളപ്പൊ കോൾ എടുത്തിരുന്നെങ്കിലും നമ്മൾ വിളിച്ചത് ഒരു 9 മണി നേരത്തെ കാരണം പണി കിട്ടി. അപ്പൊ അടുത്ത രണ്ടാമത്തെ കോള് കണ്ടത് എന്താ വെച്ചാ, നമ്പറ് നീന്താൻ പഠിച്ച മീനും കുഞ്ഞുങ്ങളെ ചട്ടിയിലിട്ട് പൊരിച്ചു തിന്നാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, വിളിച്ചു. അപ്പൊ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോ. 86 തവണ ഉണ്ണി വിളിച്ചു. ബിസിയാണ്. ഇത്ര നേരത്തെ ആരോടായിരിക്കും? വേറെ സർവീസുകാർ വിളിക്കും. അതാള് ബിസി ആയിരിക്കും. ബിസി വർക്കൊക്കെ ആയിരിക്കും പോലെ. അടുത്ത് നോക്കാം. ഇതൊന്നും കൂടി വിളിച്ചു നോക്കിയേ. ഒന്നും കൂടി വിളിച്ചു നോക്ക്. എടുത്തു സ്പീക്കർ. ഓക്കെ, ഇനി അടുത്ത നമ്പർ വിളിക്കാം. തലച്ചോറിൽ സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നു. അത് വേണ്ട. കാണാതെ പോയ 500 രൂപയുടെ നോട്ട് വെറും 2000 രൂപയ്ക്ക് കണ്ടുപിടിച്ചു കൊടുക്കുന്നു. ആരായിരിക്കും? നല്ല പരിപാടിയാ. കാണാണ്ട് പോയില്ലേ? 2000 രൂപയുള്ളോ? 500 രൂപ കിട്ടും. കാണാണ്ട് പോയതിനാണ് വില. യെസ്, 2000 പോയാലും കുഴപ്പമില്ല. 1000 രൂപയ്ക്ക് വേണ്ടി കൂടി വരെ ഇടും. അതെ. വിളിച്ചോ. കാണാതെ പോയ 500 രൂപ. आप जिस नंबर पर कॉल कर रहे हैं वो अस्थायी रूप से सेवा में नहीं है. ഈ നമ്പർ നിലവിലില്ല ഗായ്സ്. എനിക്ക് തോന്നേ ഇയാള് സർവീസിനായിട്ട് പോയിണ്ടാവും, അത് കാരണം ബിസിയാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇത് നിലവിലില്ല എന്ന് പറയണേ. അപ്പൊ ഈ ഓൾറെഡി കട്ടായ നമ്പർ കട്ടായതോ? ആളിങ്ങനെയൊക്കെയല്ലേ സർവീസ് ചെയ്യണേ. 500 രൂപ കണ്ടുപിടിക്കേണ്ടി 2000 രൂപ കട്ടായ. അടുത്ത് നോക്ക്. ഇത് വായിക്കാം. അതുകൊണ്ട് ബിസ്ക്കറ്റില് ക്രീം എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഭയങ്കര എളുപ്പാ. നമ്മള് അല്ലെങ്കിൽ ക്രീം ഇങ്ങനെ നക്കി കഴിക്കണം. എന്താ പ്രശ്നമില്ല, ഡയറക്റ്റ് വയലിട്ടരും. ക്രീം ബിസ്ക്കറ്റില് ക്രീം എടുത്തു കൊടുക്കുന്നു. അയ്യോ, നമ്പർ കണ്ടാലും ഉടായ്പ പോലെ. വിളി. പാട്ട് മാത്രമാണ് എടുക്കാനില്ല. എല്ലാവരും എണീറ്റിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ കൂടെ കേട്ടിട്ടോ വേണമെങ്കിൽ എടുക്കണ്ട. കമന്റ് എന്ന് പറയുന്നത് ജോയില് ഇട്ട കമന്റ് ആട്ടാ. ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ചു കൊടുക്കുന്നു. എത്ര ഗോൾ അടിക്കുമെന്ന് അറിയില്ല, പക്ഷെ അതില് ചെറിയൊരു മിസ്സിങ് വന്നിട്ടുണ്ട്. ആളിട്ട നമ്പർ 2, 4, 6, 8, 10, 11 നമ്പർ ഉണ്ട്. ഒരു നമ്പർ കൂടുതലുണ്ട്. അതാവും അവന് ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കാനുള്ള ഇത്ര കഴിവുള്ള കാരണം. 11 നമ്പർ ഇട്ടേക്കണേ എന്ന് തോന്നുന്നുണ്ട്.
ഇനി അടുത്തത് ഓടുന്ന ഇതാണോ? വണ്ടിയുടെ പിന്നെ ഇനി അടുത്ത കമന്റ്, ഓടുന്ന വണ്ടിയുടെ ടയർ ഊരി ഊരിക്കൊടുക്കും. ഓടുന്ന വണ്ടിയുടെ ടയർ ഊരി കൊടുത്ത പിന്നെ വണ്ടി അവിടെ കിടക്കും. ഓടുന്ന വണ്ടിയുടെ ടയർ ഊരിക്കൊടുക്കും. നല്ലൊരു സർവീസ് ആണ്. ഓടി കാരണം ഓടി അത്യാവശ്യം ഓടിക്കുമ്പോഴാണല്ലോ ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ വണ്ടി ചെറിയൊരു രീതിയില് ഇപ്പൊ ടയർ പൊട്ടാച്ച അപ്പനെ ഓടുമ്പോ തന്നെ നിർത്താണ്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ആള് അജിത്തിന്റെ പടം കണ്ടുവരും. പക്ഷെ ആൾക്ക് കഴിവാണ് ട്ടോ, ഇതൊക്കെ കഴിവാണ്. വിളിച്ചോക്കാം. ഇത്ര കഴിവുള്ള ഒരാള് നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? വിളിക്കണ്ട അയാളുടെ പേര് കാണില്ല. 2, 4, 6, 8, 10 നമ്പർ തന്നെയുണ്ട്. പക്ഷെ പേര് കാണാനില്ല. കാണില്ല. പേര് മറ്റേ റിയൽ നെയിം അല്ല. പൊട്ടിച്ച പാറ ഒട്ടിച്ചു കൊടുക്കുന്നു. കഴിവ് ഫെവിക്കോളിന്റെ ആശാനായിരിക്കാം. വിളിക്കുന്നുണ്ടോ? പേര് വായിച്ചേ. ആളുടെ പേരെന്താ? ഇൻസെയിൻ 10_10 വിളിച്ചോക്കാട്ടാ. ഒട്ടിച്ച പാറ ഒട്ടിച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഈ ആളുടെ മെയിൻ സ്ഥലം പാറമടയായിരിക്കുന്നത്. പാറമടയിലായിരിക്കും. പാറമടയിലും ഈ ഇദ്ദേഹത്തിന്റെ മെയിൻ പരീക്ഷണം പശ കണ്ടുപിടിക്കലായിരിക്കും. അങ്ങനെയായിരിക്കും ഇത്ര വലിയ കണ്ടുപിടുത്തമായ പശ കണ്ടുപിടിച്ചത്. വിളിക്കാൻ പോവാണ്. വിളിച്ചങ്ങട് വിളിക്കാണ്. എടുക്കോ നോക്കാട്ടോ. റിങ് പോണ്ട്. കോള് കിട്ടിയില്ല. കോള് തന്നെ ഉണ്ട്. ഒന്നുകൂടി വിളിച്ചോക്കാം. അയ്യോ, The person you are calling is currently busy. നോക്കാം. കോള് വരണോ നോക്കാട്ടാ. നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 9 ആത്മാർത്ഥതയുള്ള ഒരു സർവീസുകാരൻ. ഹലോ ഹലോ, അതുണ്ടല്ലോ ഇൻസ്റ്റയില് ഒരു കമന്റ് കണ്ടു വിളിച്ചതാ. ഇൻസെയിൻ 10 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. ശരിക്കും ഉണ്ട്. അത് തമാശക്ക് ഇട്ടതാ. ഇങ്ങനെ നമ്പറൊക്കെ കൊടുത്ത കാര്യം വിളിച്ചതാ. ജസ്റ്റ് ഫോർ എ ഫൺ ചേട്ടാ. ശരിക്കും ഇറക്കുന്നുണ്ട്. പുതിയ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഗിന്നസിൽ കയറാം. 2 സ്ഥലത്തൊന്നല്ല, നമ്മള് ചെറിയൊരു വീഡിയോക്ക് വേണ്ടി ചെയ്ത ചേട്ടാ. താങ്ക് യു. ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ, അപ്പൊ ഇതിന് മനസ്സിലായില്ലേ? ആൾക്കാര് ശരിക്കും നമ്പർ കൊടുക്കണ്ട്. പക്ഷെ കൊറേ ഒന്നും നിലവിലില്ലാത്ത നമ്പറാണ്. പൊട്ടിച്ച ആള് വിളിക്കാൻ വേണ്ടി ചെയ്തോ. ആള് വിളിക്കാൻ വേണ്ടി ചെയ്തോ വേണമെങ്കിൽ കേട്ടോ. ആൾക്ക് പക്ഷെ ഭയങ്കര ആത്മാർത്ഥത. തിരിച്ചു വിളിച്ച അപ്പൊ ആദ്യത്തെ കോള് എല്ലാ ആൾക്കും വരുന്നത് തോന്നുന്നു. എന്നോട് ചോദിച്ചു കണ്ണൂരാണോ മലപ്പുറമാണോ ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മള് മാത്രമല്ല വേറെ ആൾക്കാരും കാര്യം അന്വേഷിക്കാൻ വിളിച്ചിട്ടുണ്ടാവും. വീണ്ടും വിളിക്കണു. ഹലോ ഹലോ ഹലോ. ഞാൻ പറഞ്ഞത് വീഡിയോയിൽ റെക്കോർഡ് ആയിണ്ടോ? ഉണ്ട്. അത് ഇൻസ്റ്റയിലുണ്ടോ? ഇൻസ്റ്റയിലൊന്നുമില്ല ചേട്ടാ, കുറച്ചിടുള്ളൂ. പേടിക്കണ്ട, പൊട്ടയിട്ടൊന്നുമില്ല. ഇല്ല നമ്പർ കൊടുക്കില്ല ചേട്ടാ. നമ്പർ കൊടുക്കില്ല ചേട്ടാ. നമ്പർ ഒന്നും കൊടുക്കില്ല. നമ്പർ ഇല്ല ചേട്ടാ. നമ്മള് ഇത്തിരി നന്നായിട്ടേ ചെയ്യുള്ളൂ. പേടിക്കണ്ട കേട്ടോ. നമ്പർ പറയണ കൂടി ഇല്ല. ചെയ്യാം ചേട്ടാ. പേടിക്കണ്ട കേട്ടോ. ഇവര് കൊള്ളാം. എന്തൊക്കെ അനുഭവങ്ങളാണ്. ജിബിൻ ജോയ് എന്ന് പറഞ്ഞ ചേട്ടൻ കമന്റ് ഇട്ടിരിക്കണാണ്. തുമ്പികൾക്ക് തുമ്പിക്കൈ വെച്ച് കൊടുക്കുന്നു. അതിക്ക് വിളിച്ചു നോക്കാം. പിന്നെ 70% ഓഫ് ഒക്കെ ഉണ്ട്. 70%. ആദ്യം വിളിക്കണവർക്ക് 70%. ആദ്യം വിളിക്കണവർക്കോ നമുക്ക് ആദ്യം വിളിക്കാം. നമ്മളൊന്ന് രാവിലെ വിളിക്കാണ് ഗൈസ്. നോക്കാം.
തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന നീ സംസാരിച്ചോ? ഉണ്ണി വിളിക്കാൻ പോവാണ്. എന്താ നോക്കാം. അവിടെ വെച്ചാ മതി. ആ സ്പീക്കർ ഇട്ട് വെച്ചോ. എടുക്കണില്ല. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നു. ആള് രാവിലെ ഞാൻ നമ്മുടെ ഫോൺ റിങ് ഇട്ടുണ്ടാവുക. നമുക്ക് അടുത്തൊരു പൊളി കമന്റ് കണ്ടിട്ടുണ്ട് കേട്ടാ. കമന്റ് എന്താ വെച്ചാ മുട്ട ഇടാത്ത കോഴിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇവര് നമ്മൾ മുട്ടയിടാത്ത കോഴികൾക്കൊക്കെ മോട്ടിവേഷൻ മലയാളത്തിലാണോ കൊടുക്കുക അതോ അവരുടെ കോഴി ലാംഗ്വേജിലാ? അതെന്താന്നറിയില്ല. വിളിച്ചു നോക്കാം. കോള് പോണ്ട്. എടുക്കുമെന്നറിയില്ല. നമ്മള് കൊറേ വിളിച്ചിട്ട് ചിലതൊന്നും എടുത്തിട്ടില്ല. ഹലോ ഹലോ ചേട്ടാ, ഞങ്ങൾ ഇൻസ്റ്റയില് കണ്ട് വിളിക്കുകയാണേ ഒരു സർവീസേ. ഇൻസ്റ്റഗ്രാമേ. ആ ഇൻസ്റ്റ. ചേട്ടാ ഒരു സർവീസ് കൊടുക്കണ്ട് പറഞ്ഞ് ചേട്ടന്റെ നമ്പർ കണ്ടുല്ലോ. ആ സർവീസ് ഇൻസ്റ്റഗ്രാം ചേട്ടൻ അറിയില്ലേ? ചേട്ടന്റെ നമ്പർ കണ്ടിട്ട് വിളിക്ക ചേട്ടാ. ഒരു അപ്പൊ ആരെങ്കിലും സ്നേഹിതരെങ്ങാനും ഇട്ടതാവും, അല്ല ഫ്രണ്ട്സ് എങ്ങാനും. ചേട്ടാ ചേട്ടന്റെ നമ്പർ കിട്ടി. എന്താ സർവീസ് വെച്ച ചേട്ടൻ മുട്ടയിടാത്ത കോഴിക്കുട്ടികൾക്ക് മുട്ടയിടാത്ത കോഴികൾക്ക് ചേട്ടൻ മുട്ടയിടാൻ മോട്ടിവേഷൻ കൊടുക്കും. ചേട്ടാ ചേട്ടാ ഞങ്ങള് ചേട്ടൻ കളിക്കല ചേട്ടന് വല്ല ഫ്രണ്ട്സ് വല്ല ഇട്ടതോ? ചേട്ടന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ കോഴിനെ വിൽക്കണ്ട് ചേട്ടാ. വല്ല കോഴി കച്ചവടമാണോ ചേട്ടൻ പരിപാടി? ഇറച്ചി കോഴികളാണ്, ബ്രോയിലറാണ് ചേട്ടാ. ചേട്ടാ അതല്ല ചേട്ടാ, കോഴിക്കുട്ടി കോഴീനെ കോഴിനെ ചേട്ടൻ മോട്ടിവേഷൻ കൊടുത്തിട്ട് മുട്ട ഇടിപ്പിക്കുന്നു. ആ ഞങ്ങളോട് 2 കോഴികളുണ്ട്, 2 ചാത്തൻ കോഴികളുണ്ട്. ഇതുവരെ മുട്ടയിട്ടിട്ടില്ല. എന്താ ചേട്ടാ ഇങ്ങനെ പറയണ? ചേട്ടന്റെ നമ്പർ കിട്ടി. ചേട്ടന്റെ സർവീസിന് വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ട് ചേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുക. എന്താണ് ചേട്ടാ? ഞങ്ങള് മുട്ടയിടാത്ത കോഴികൾക്ക് മോട്ടിവേഷൻ കൊടുക്കണു. എന്റെ വീട്ടിലുണ്ട് 2 കോഴികള്. എന്താണ് ചേട്ടാ? ചേട്ടൻ നല്ല ചൂടാവണേ. കൂൾ ചേട്ടാ. ചേട്ടന്റെ സ്ഥലം എവിടെയാ വരുന്നേ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് വാങ്ങാൻ ചേട്ടൻ. എന്താ ചേട്ടാ? ചേട്ടൻ പെണ്ണുങ്ങളോട് സംസാരിക്കുള്ളൂ? ആ ചേട്ടൻ പെണ്ണുങ്ങളോട് സംസാരിക്കുള്ളൂ. എന്ത് വേറെ 3ാമതൊരു പെണ്ണിനായിട്ട് സംസാരിക്കൂ? ആ ഓ ചേട്ടന്റെ അസുഖം ചേട്ടാ. കളിയാക്കല ചേട്ടാ. ചേട്ടന്റെ ഇൻസ്റ്റയിലൊന്ന് പോയി നോക്കൂ. ഒരു ഫേമസ് ആളുടെ വീഡിയോന്റെ ഇടയിൽ കണ്ട നമ്പറിൽ ആണ് ഞങ്ങൾ വിളിച്ചത്. അതാ ചേട്ടന്റെ നമ്പർ കൊടുത്തിട്ട് പറയാണ് മുട്ടയിടാത്ത കോഴികൾക്ക് മോട്ടിവേഷൻ കൊടുക്കണമെന്ന്. കോഴിയുണ്ട് ചേട്ടാ, 2 കോഴിയുണ്ട്. എത്ര പറഞ്ഞിട്ട് അത് മുട്ട ഇറങ്ങിട്ട് ചേട്ടാ? ഉണ്ട് ചേട്ടാ, 2 ചാത്തൻ കോഴികളുണ്ട്. ആ അത് മുട്ട ഇറങ്ങില്ല. പെടയച്ച് നമുക്ക് പറഞ്ഞിടിപ്പിക്കായിരുന്നു. ചേട്ടാ മോട്ടിവേഷൻ കൊടുത്ത് ഇടിപ്പിക്കണം ചേട്ടാ. ചേട്ടന്റെ നമ്പർ ചേട്ടന്റെ സർവീസ് അത് തന്നെയല്ലേ? ചേട്ടാ സ്ഥലം പറയാൻ പാടില്ല ചേട്ടാ. ചേട്ടന്റെ നമ്പറാണ് ഇവിടെ റിവീൽ ചെയ്തത്. ഞങ്ങൾ പക്ഷെ റിവീൽ ചെയ്തിട്ടില്ല ചേട്ടാ. എവിടെയൊക്കെ ചേട്ടാ? ചേട്ടാ എവിടെ നിൽക്കണ? റേഞ്ചിലോടത്ത് പോയി ചേട്ടാ ചേട്ടന്റെ നമ്പർ ഇൻസ്റ്റയില് കണ്ടുപിടിച്ചതാ. ആ ചേട്ടന്റെ നമ്പർ അതില് കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്തേന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സർവീസാ കൊടുത്തേ. ആ മുട്ടയിടാത്ത കോഴികൾക്ക് ഇത് ഇങ്ങനെ കണ്ടപ്പോ വിളിച്ചെന്നുള്ളൂ. അപ്പൊ എന്താണ്
ഇപ്പൊ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട ചേട്ടാ, ജസ്റ്റ് ഫോർ ഫണ്ടിന് വേണ്ടി ചെയ്തതാ. ചേട്ടന്റെ നമ്പർ ആരെങ്കിലും വേറെ ആരെങ്കിലും കൊടുത്തതോ? മിസ്യൂസ് ചെയ്യപ്പെട്ടു ചേട്ടാ ചേട്ടന്റെ നമ്പർ. അവന്റെ പേര് വല്ല വിട്ടുണ്ടോ? ഇൻസ്റ്റയില് സെഡ് എന്ന് എഴുതിക്കണേ. അവനൊന്ന് കാണണ്ട. അവനവന്റെ തല്ല ചോട്ടാക്കാൻ ആൾക്കാരില്ലാത്ത അല്ലെങ്കിൽ പിന്നെ അവൻ എവിടെങ്കിലും പോയി എന്നാലും ചേട്ടാ സർവീസ് എങ്ങനെ? ചേട്ടാ നമ്മൾ തെറ്റി വിളിച്ചാണല്ലോ, അപ്പൊ ശരി. കഴിഞ്ഞ ആ ശരി. ശരി. എന്ത് ശരി? ഓക്കെ, ഒരു കോൾ എടുത്തു, അത് കഴിഞ്ഞു. ഈ ചേട്ടൻ ചൂട് ചേട്ടനാണ്. പെണ്ണുങ്ങളുടെ ഒരു പെണ്ണിന്റെ സൗണ്ട് പറ്റില്ല. ഈ ചേട്ടൻ വേറെന്തോ ടെൻഷനിലാന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചേ. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് വിളിക്കാൻ പോണ നമ്പർ ആട്ടാ. ഉം. ഇതെന്ന് പറയുന്നത് മീനില്ലാതെ മീൻകറി ഉണ്ടാക്കുന്നു. ഓ പൊളി. നമ്പർ പറയും. ഇവരൊക്കെ മീനില്ലാതെ അപ്പൊ ചിക്കനില്ലാണ്ട് വെക്കും. ഇങ്ങനെ വെച്ചാൽ നമുക്ക് പച്ചക്കറി മതി, കുറച്ച് ഉപ്പും മുളക് ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ മതി. മീൻകറി റെഡി. 10 നമ്പർ ഉണ്ട്. ഹലോ ഹലോ. ആ ഇത് ഞങ്ങള് ഇൻസ്റ്റയിൽ ഒരു സർവീസ് കണ്ടു വിളിക്കുകയാണ്. പേരെന്തിനാ? അല്ല, സർവീസ് കണ്ടു വിളിക്കുകയാണ്. അല്ല, പേര് പറയാൻ താല്പര്യമില്ല. അല്ല, ചേട്ടൻ പേര് പറയണ്ട. ചേട്ടൻ ഇട്ടിക്കണ സർവീസ് ചെയ്തെന്നാ മതി. ആ ചേട്ടന് ചേട്ടന്റെ നമ്പർ കൊടുത്തിട്ട് മീനില്ലാതെ മീൻകറി വെക്കുന്നു പറഞ്ഞിട്ടേ. ആ അത് വേണം. സർവീസിന് എത്ര ചാർജ് വരുന്നത്? ആ അത് ചേട്ടൻ ഇത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം, എന്നിട്ട് സ്ഥലമൊക്കെ പറയാം. അല്ല, ഇത് എങ്ങനെയാണ് സംഭവം? മീനില്ലാണ്ട് മീൻകറി ഉണ്ടാക്കണേ? ആദ്യം നമ്മള് കുറച്ച് സവാള അരിയാം. അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് ഉപ്പും മിളക് മഞ്ഞപ്പൊടി ഒക്കെ ഇടാം. എഴുതിക്കിരണം ചേട്ടാ. ഇട്ടോ നിങ്ങൾക്ക് കുറെ പാത്രങ്ങളുണ്ടല്ലോ അവിടെ. പാത്രത്തേക്ക് ഇടണല്ലേ? ഓക്കെ ചേട്ടാ, ഓക്കെ. പാത്രത്തിലിട്ടു. ആ ഇട്ടു ഇട്ടോണ്ടിരിക്കുക. അവിടെ വല്ല മാങ്ങയാ വല്ല കൊടുമ്പുളിയാ ഇതെങ്ങനെ ചേട്ടൻ റെസിപ്പി പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുകയാണോ വേണ്ട? അത് ചേട്ടൻ വീട്ടിൽ വന്നുണ്ടാക്കി തരുമോ? അത് പാഴ്സൽ അയച്ചു തരുമോ? ഞാൻ പാർസൽ ചെയ്ത് തരാം. നിങ്ങൾ അഡ്രസ് ഓക്കെ, തരാം ചേട്ടാ. ഇതിന്റെ ഫീസ് ഒക്കെ എങ്ങനെ? നിങ്ങൾ വന്ന് വിളിച്ചതല്ലേ സർവീസ് കണ്ടിട്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു 50% ഡിസ്കൗണ്ട് തരാം. താങ്ക് യു ചേട്ടാ, വെരി സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു പറയുന്ന മക്കളെ. ആ ചേട്ടാ, ബാക്കി റെസിപ്പി പറയൂ ചേട്ടാ. അതെ എന്റെ കൊടംപുളി നമ്മൾ കൊടംപുളി ഇട്ടു. എനിക്ക് ജോലി കിട്ടാൻ ആണോ ചേട്ടാ? ചേട്ടന്റെ ശരിക്കും പണി ഇതാണോ? ഇതന്നെ കാലത്തും വൈകിട്ട് പോയി കുക്ക്. ചേട്ടന്റെ വേറെ സ്പെഷ്യൽ റെസിപ്പി ഏതൊക്കെയാ? മീനില്ലാണ്ട് മീൻകറി പോലെ. ചിക്കനിലാണ്ട് ചിക്കൻ കറി വെക്കും. ഓക്കെ, വെറൈറ്റി. ഞാൻ സമൂഹഗാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കും. സമൂഹഗാനം ഉണ്ടാക്കും. അത് ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഇവിടെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഈ അപ്പൊ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വലിയൊരു വറച്ചട്ടി വെക്കും. ആണോ? ഓക്കെ. ആ ചേട്ടാ. ആ ഓക്കെ. ചേട്ടന്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു ചേട്ടാ? ഇല്ല. എന്ത് കമ്പനി? KD കമ്പനി, കണ്ണേട്ടൻ ദാസര. ഓക്കെ ചേട്ടാ, ഓക്കെ. ഓക്കെ, ചേട്ടന്റെ റിവ്യൂസ് ഒക്കെ എന്തായി? എന്നിട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ആൾക്കാര് പറഞ്ഞ അഭിപ്രായം? ആണ് ചേട്ടാ ഞങ്ങളപ്പോ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് വാങ്ങണം ചേട്ടാ? ഓക്കെ, വിശ്വാസത്തില്. ചേട്ടാ കഴിച്ചു കഴിഞ്ഞ ആശുപത്രി ചെലവ് ചേട്ടന്റെ വക എടുക്കുവോ? ആ, KD കമ്പനിന്ന് എഴുതി കൊടുക്കാല്ലേ ആശുപത്രിയില്?
ഓ ചേട്ടാ. 50%. ഓക്കെ, ആശുപത്രി ചെലവ് ചേട്ടൻ എടുത്ത് ഉപകാരമായിരിക്കും ചേട്ടാ. ചേട്ടന്റെ വീട്ടിലേക്ക് ബാക്കി ഫുഡ് ഉണ്ടെങ്കിൽ അയച്ചു തരാം. ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലുണ്ടോ? ഓക്കെ, കച്ചവട ബുദ്ധിയോടെയാണല്ലോ ചേട്ടൻ ഇത് തുടങ്ങിയത്. ഹോസ്പിറ്റലിലെ ആൾക്കാരില്ലാത്തതാണോ ചേട്ടൻ വെക്കണേ? KD കമ്പനി എന്താണ് KD കമ്പനി കേട്ടിട്ടില്ലേ? ഇതുവരെ കേട്ടില്ലേ ചേട്ടാ? ഇത്ര വലിയ സംഭവമാണ് KD കമ്പനി. ബോർഡ് മാത്രമേ ഉള്ളൂ? KD കമ്പനി ചേട്ടൻ തന്നെയാണല്ലേ അതിന്റെ മെയിൻ ബ്രാൻഡ് അംബാസിഡർ. ഞാൻ തന്നെ ഡോക്ടർ, ഞാൻ തന്നെ ആ, അത് മിനിറ്റില് 100 തവണ പറയണോണ്ട് തിരിച്ചറിയുന്നു. KD കമ്പനി അപ്പുശമന ഡിസ്കൗണ്ട്. ആ, ചേട്ടന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെ? അച്ചാറ് വിൽപ്പനയൊക്കെ ഉണ്ട് ചേട്ടാ? ഉപ്പിലിടാൻ? എന്തിന് ഉപ്പിലും ഉപ്പിൽ ചേട്ടൻ ഇങ്ങനെ തലച്ചോറൊക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് ചേട്ടാ? ആ, അപ്പൊ ചേട്ടാ ഈ സർവീസ് ഞങ്ങൾക്ക് വേണമായിരുന്നു. അപ്പുശമന ഡിസ്കൗണ്ട് വരൂ KD കമ്പനി. ഉറപ്പായും വരാം ചേട്ടാ. ഓക്കെ ചേട്ടാ 1 ലക്ഷം രൂപയ്ക്ക് ഓർഡർ ചെയ്തിക്കോളൂ ചേട്ടാ. 1 ലക്ഷം രൂപയുടെ ഓർഡർ ചെയ്തിക്കോളൂ. നമുക്കൊരു 10 ലക്ഷം പേര് ആൾക്കാരുടെ ഒരു സമൂഹ സദ്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KD കമ്പനി 50% ഡിസ്കൗണ്ട്. ഓക്കെ ചേട്ടാ. ചേട്ടൻ എന്തായാലും വെച്ചോളൂ. സാധനം വീട്ടിലെത്തുന്ന ചേട്ടന് പോസ്റ്റ് വഴി പൈസ അയക്കൂ കേട്ടോ. അഡ്രസ് ഒക്കെ അയച്ചുതരാം ഈ നമ്പറിലേക്ക്. ഓക്കെ ശരി ചേട്ടാ. അപ്പൊ നമ്മള് ഇന്നത്തെ കോൾ ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കാല്ലേ നമുക്ക്? ഇത് നേരത്തെ വിളിച്ചിടാവല്ലേ? എടുത്തോ. ഹലോ. അതെ ചേട്ടാ, ഒരു കണ്ടന്റിന് വേണ്ടി എടുത്തതാ. അതുകൊണ്ടാണ് ഇത്രയും ഡയലോഗ് അടിച്ചത്. താങ്ക് യു ചേട്ടാ. ഞങ്ങക്ക് കണ്ടന്റ് ഉണ്ടാക്കിയത്. ഇത് തല്ലുകൊള്ളി ഒരു യൂട്യൂബ് ചാനൽ ചേട്ടാ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ ചാനലാ തല്ലുകൊള്ളി ചേട്ടാ. ഇതിലിങ്ങനെ ഗെയിം ഒക്കെയാണ് ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ടുള്ള ഒരു ചാനൽ ചേട്ടാ. ഓക്കെ. ആ ചേട്ടാ. ഇത്ര നേരം നമ്മുടെ കോളെടുത്ത് സഹകരിച്ച എല്ലാ ഫ്രണ്ട്സിനും നന്ദി. ആർക്കെങ്കിലും കോളിൽ വല്ല വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. പറഞ്ഞു. നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്താണ്. ആരെയും വേദനിപ്പിക്കാനൊന്നുമില്ല. നമ്മള് ഒരു ഫണ്ണിന് വേണ്ടി, ഒരു ഫൺ പർപ്പസിന് വേണ്ടി ചെയ്തതാണ്. ആർക്കും ബുദ്ധിമുട്ടായിട്ടില്ല തോന്നുന്നു. അഥവാ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങള് ക്ഷമിക്കുക. ഓക്കെ. അതുപോലെ ഇനി നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. പറ്റുന്ന സമയത്ത് ഫ്രീ ടൈമിൽ മാത്രം ഇരുന്ന് കണ്ട് കാണുന്ന ഒരു ഫുൾ വീഡിയോ മൊത്തമായി കാണുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 2000 മേലെ ആയിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി മറ്റു വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക. ഒരു വീഡിയോ ഷോർട്സിൽ കാണാച്ചാലും വലിയ വീഡിയോ ഒക്കെ കണ്ടു നോക്കാം കേട്ടോ. ശരി. ശരി. താങ്ക് യു ഫോർ for വാച്ചിങ്. ബൈ.